ഇന്ന് പോകുന്നത് ആനകളെ കാണാനാണ്. അത് നാട്ടാനയല്ല, കാട്ടാനകൾ. ഒന്നും രണ്ടും ആനയല്ല, ഒരു കൂട്ടം ആനകളെ തന്നെ കാണാനാണ് പോകുന്നത്. അതെ, നമ്മളിന്ന് പോകുന്നത് മാങ്കുളത്തേക്കാണ്. ഞാൻ ജാസ്മിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ രാവിലെ മൂന്നാർ വന്ന് KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്സിൽ ഒരു യാത്ര കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മാങ്കുളത്തേക്ക് പോകുന്നത്. മൂന്നാർ ടൗൺ എത്തുന്നതിന് മുമ്പ് KSRTC സ്റ്റാൻഡ് കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്. ഒരു ചെറിയ വഴിയാണ്. അതാണ് ലക്ഷ്മി എസ്റ്റേറ്റിലേക്കുള്ള വഴി. ആ വഴിയാണ് നമ്മൾ മാങ്കുളത്തേക്ക് പോകുന്നത്. നമുക്ക് മാങ്കുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഈ മൂന്നാർ വന്നിട്ട് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി പോകേണ്ട കാര്യമില്ല. നമുക്ക് എറണാകുളത്ത് നിന്നൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നേരെ മാമലക്കണ്ടം വഴി മാങ്കുളത്തേക്ക് എത്താവുന്നതാണ്. മാമലക്കണ്ടം വഴി നമുക്ക് KSRTC ബസ്സും ഉണ്ട്. നല്ല അടിപൊളി ഒരു കിടിലൻ റൂട്ടാണത്. മാമലക്കണ്ടം കാട്ടിലൂടെ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമുക്ക് കാടിന്റെ കാഴ്ചകൾ ആസ്വദിക്കാം. പിന്നെ വന്യമൃഗങ്ങൾ, പ്രധാനമായും ആനകളെ കാണാനുള്ള സാധ്യതയും ആ റൂട്ടിനുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങനെ വന്യമൃഗങ്ങളെയൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് മൂന്നാറിന്റെ റിയൽ ലൈഫ് നമുക്ക് കാണാൻ പറ്റും. സാധാരണ നമ്മൾ മൂന്നാറിലേക്ക് വരുമ്പോൾ കൂടുതലും കാണുന്നത് ടൂറിസ്റ്റ് പ്ലേസസുകളാണല്ലോ. മൂന്നാർ ടൗൺ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നിറയെ ടൂറിസ്റ്റ് ഏരിയകളാണ്. മാട്ടുപ്പെട്ടി ഡാം, കുണ്ട്ര ഡാം, പിന്നെ ഒരുപാട് തേയിലത്തോട്ടങ്ങൾ, ടോപ്പ് സ്റ്റേഷൻ, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് സാധാരണ നമ്മൾ കാണുന്നത്. അവിടെ എല്ലാം തന്നെ നല്ല തിരക്കുമാണ്, വണ്ടികളുടെ ബഹളം ഒക്കെയാണ്. പക്ഷെ നമ്മളിപ്പോൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് റിയൽ ലൈഫ് ഓഫ് മൂന്നാർ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതായത് ഒരു റോ ജീവിതം നമുക്ക് കാണാൻ പറ്റും ഇവിടെ. നല്ല നല്ല തേയിലത്തോട്ടങ്ങളുണ്ട്. ഒരു തിരക്കും ഒരു ബഹളവും ഒന്നുമില്ലാതെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് കുറച്ചു നേരം നമുക്ക് വണ്ടി ഓടിച്ച് ഇങ്ങനെ ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഓടി മുന്നിലേക്ക് വന്നപ്പോഴാണ് ചെറിയൊരു ഗ്രാമം കാണുന്നത്. ചെറിയ കുറേ വീടുകളും പിന്നെ കുറച്ച് കൃഷിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു ഗ്രാമം. സാധാരണ മൂന്നാർ വരുമ്പോൾ നമ്മൾ കാണുന്ന പോലുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഈ വഴിയിൽ പ്രതീക്ഷിക്കരുത്. നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് ഈ റോഡിൽ നമുക്ക് കാണാനുള്ളത്. ഈ ലക്ഷ്മി എസ്റ്റേറ്റ് പോലെയുള്ള മൂന്നാറിന്റെ ഉൾഗ്രാമങ്ങളിൽ, അതായത് വട്ടവട പോലെയുള്ള ഗ്രാമങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് കൃഷി തന്നെയാണ്. പ്രധാനമായും ക്യാരറ്റ്, ക്യാബേജ്, അങ്ങനെയുള്ള കൃഷികൾ വിളവെടുത്തിട്ടാണ് ഇവരുടെ ഒരു വരുമാനം കണ്ടെത്തുന്നത്. കുറേ പേര് തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്നവരുണ്ടാവും. അപ്പം നമുക്ക് വർക്കിംഗ് ഡേയ്സിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവരെ കാണാൻ പറ്റും. സൺഡേ ആണെന്നുണ്ടെങ്കിൽ പൊതുവേ തേയിലത്തോട്ടത്തിലൊക്കെ ആളുകൾ കുറവായിരിക്കും. പിന്നെ നമുക്ക് ഈ ഉൾഗ്രാമങ്ങളിലൂടെ വരുമ്പോഴാണ് ശരിക്കും ഇവരുടെ ഒരു ജീവിതം നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടുന്ന് നമ്മൾ കുറച്ചുകൂടി മുന്നിലേക്ക് വരുമ്പോൾ കാണുന്നത് ഇവിടുത്തെ ഒരു സ്കൂളാണ്. നമ്മൾ മാമലക്കണ്ടത്ത് മറ്റേ വെള്ളച്ചാട്ടം വരുന്ന ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്കൂളില്ലേ, അതേപോലെ തന്നെ ഒരു അടിപൊളി ഒരു സ്കൂളാണ്. ഭയങ്കര ഗ്രാമീണത നിറഞ്ഞൊരു സ്കൂളാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് മൂന്നാറിൻ്റെ ഐക്കൺ പോലെ തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരുപാട് കാടുകൾ അങ്ങറ്റത്തായിട്ട് കാണാം, മരങ്ങൾ കാണാം. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്ന ഒരു കാഴ്ചയല്ല നമ്മൾ മഴക്കാലത്ത് വരുമ്പോൾ ഈ പുൽമേട് നിറയെ നല്ല പച്ച വിരിച്ച് പുല്ലുകളായിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചെറിയ അരുവികളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ നല്ല മാർച്ച് മാസത്തിൽ വന്നുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാം ഉണങ്ങി കിടക്കുകയാണ്. പക്ഷെ വേറൊരു കാഴ്ച ഇവിടെ ഉണ്ട്. സ്കൂളായതുകൊണ്ട് തന്നെ കുട്ടികൾ ഒബ്വിയസ്ലി ഉണ്ടാവും. പുറത്ത് കുറച്ച് കുട്ടികളൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ സ്കൂളിൽ കുട്ടികൾ ഇരിക്കുന്ന പോലെ തന്നെ ഒരു വിഭാഗം ഇവിടെ ഇരിക്കുന്നുണ്ട്. നോക്കിക്കേ, പശുക്കളാണ്. അത് നല്ല ഡിസൈനൊക്കെ ഉള്ള നല്ല പശുക്കൾ, നമ്മൾ ഈ സ്വിറ്റ്സർലൻഡിലൊക്കെ വീഡിയോയിൽ കാണുന്ന പോലത്തെ പശുക്കൾ. അവരെല്ലാവരും അടങ്ങി ഒതുങ്ങി നമ്മൾ സ്കൂളിൽ കുട്ടികൾ ബെഞ്ചിലിരിക്കില്ലേ, അതേപോലെ തന്നെ ഇരിക്കുകയാണ്. ഒരേ വശത്തോട്ട് നോക്കിയാണ് മിക്ക പശുക്കളും ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ പശുക്കളുടെയും സ്കൂളിൻ്റെയൊക്കെ കാഴ്ച കണ്ടിട്ട് മുന്നിലേക്ക് പോവുകയാണ്. ഈ വഴിക്ക് വരുന്നവർ അറിയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളുണ്ട്. റോഡ് അത്യാവശ്യം നല്ല രീതിയിൽ നാരോ ആയിട്ടുള്ള റോഡാണ്. മാത്രമല്ല റോഡിൻ്റെ കണ്ടീഷൻ അത്ര നല്ലതുമല്ല. അപ്പോൾ ഈ റൂട്ട് എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഈ റൂട്ട് പോയി കാഴ്ചകൾ കാണണം, ഈ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ കാഴ്ചകൾ കാണണം എന്നുള്ളവർ മാത്രം ഇതുവഴി പോയാൽ മതിയാവും. പിന്നെ ഉള്ളത് ഫുഡിൻ്റെ കാര്യമാണ്. ഫുഡിന് കടകൾ ഒന്നും തന്നെ ഇല്ല. മൂന്നാർ ടൗൺ കഴിഞ്ഞാൽ ഒരു ഫുഡിൻ്റെ കടകളും കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവരുണ്ടെങ്കിൽ സ്നാക്സ് ഒക്കെ കയ്യിൽ കരുതുന്നതായിരിക്കും നല്ലത്. ആവശ്യത്തിന് വെള്ളവും സ്നാക്സും കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് മാങ്കുളത്ത് എത്തിയാൽ മാത്രമേ വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളത് പെട്രോൾ ആണെങ്കിലും ആവശ്യത്തിനുള്ള ഇന്ധനം നിറച്ചിട്ട് വേണം നമ്മൾ ഈ വഴിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. നല്ല കണ്ടീഷനുള്ള വണ്ടിയും ആയിരിക്കണം. കാരണം ഈ ഒരു ഗ്രാമമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒറ്റപ്പെട്ട തേയിലത്തോട്ടങ്ങളും ഒക്കെ ആയിരിക്കും ഉള്ളത് വഴിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് സഹായത്തിന് വിളിക്കാൻ വേണ്ടിയൊന്നും ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടിയും ആയിരിക്കണം, നല്ല രീതിയിൽ പെട്രോളും നിറച്ചിട്ടുണ്ടാവണം. പിന്നെ നമുക്ക് ഈ വഴിയിൽ പോകുമ്പോൾ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള അമ്പലങ്ങൾ കാണാൻ പറ്റും. അതും തമിഴ് സ്റ്റൈലിലുള്ള അമ്പലങ്ങളാണ്. ആക്ച്വലി ഇത് മൂന്നാറിൻ്റെ ഭാഗമാണെങ്കിലും കേരളത്തിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിലും ഇവിടെ കൂടുതലും തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ തമിഴ് കൾച്ചറാണ്. എല്ലാവരും സംസാരിക്കുന്ന ഭാഷയൊക്കെ തമിഴ് തന്നെയാണ്. പിന്നെ ഈ അമ്പലങ്ങളുടെ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ കാണുന്ന പോലെ തന്നെയാണ്. വെള്ളയും റെഡും മഞ്ഞയൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഈ ഒരു അമ്പലം നിൽക്കുന്ന ഒരു കുന്നിൻ്റെ മുകളിലാണ്. അതിൻ്റെ ബാക്കിലായിട്ട് കുറേ പൂക്കളും, അതും വെറൈറ്റി ആയിട്ടുള്ള കുറേ പൂക്കളും ഒക്കെ നമുക്ക് കാണാം.
നമ്മൾ വരുന്ന വഴിക്കും കുറേ അമ്പലങ്ങൾ ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വണ്ടി ഒതുക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് അത് വീഡിയോയിൽ കാണിക്കാതിരുന്നത്. ഈ വഴിക്ക് പോകുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് അമ്പലങ്ങൾ നമുക്ക് കാണാം. നമ്മൾ ഈ പോകുന്ന വഴിയിലെല്ലാം തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ കാണാം. നമ്മൾ മൂന്നാർ എവിടെ വന്നാലും നമുക്ക് ഈ തേയിലത്തോട്ടങ്ങൾ കാണാം. പക്ഷേ ഇതുപോലുള്ള കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് നമുക്ക് എവിടെ ഇറങ്ങി വേണമെങ്കിലും നമുക്ക് കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ അധികം തിരക്കും ബഹളവും ഒന്നും ഇല്ലാതെ കാണാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമല്ല. അപ്പോൾ അതുപോലുള്ള കുറേ തേയിലത്തോട്ടങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഈ യാത്ര വന്നിരിക്കുന്നത് മാർച്ച് മാസത്തിലാണ്. നമുക്ക് എറണാകുളത്തൊക്കെ ഒരു 39 ഡിഗ്രിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് മഴ പെയ്യുന്നുണ്ട് ഉച്ചയ്ക്ക്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു 2:30 മണിക്കാണ്. ആ സമയത്തും മിക്ക സ്ഥലങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. ചിലതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മഴയായിട്ട്. നന്നായിട്ട് മഴക്കാരൻ കയറി കിടക്കുന്നുണ്ട്. കുറച്ച് ദൂരം മഴ പെയ്യും, പിന്നെ കുറച്ച് ദൂരം മഴയില്ലാത്തൊരവസ്ഥ, അങ്ങനെയാണ് പോണത്. അപ്പോൾ മഴയത്ത് നമുക്ക് അത്ര ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് മഴയില്ലാത്ത കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് കൂടുതലും ജീപ്പുകളാണ് സർവീസ് നടത്തുന്നത്. പ്രൈവറ്റ് വണ്ടികൾ ഭയങ്കര കുറവാണ്. റോഡിൻ്റെ കണ്ടീഷൻ കൊണ്ടും പിന്നെ ഹില്ലി ഏരിയകൾ ഒരുപാട് ഉള്ളത് കൊണ്ട് ഈ ഒരു ജീപ്പാണ് കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൂന്നാർ ടൗണിൽ വന്നിട്ട് മാങ്കുളത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീപ്പ് എടുത്ത് വരാവുന്നതാണ്. അപ്പോൾ മാങ്കുളം വരെയുള്ള ആ ഒരു കാഴ്ചകളും കാണാം. പിന്നെ മാങ്കുളത്ത് ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസസ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ജീപ്പിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ജീപ്പിലാണ് വരുന്നെങ്കിൽ അങ്ങനെ പോകാം, അല്ലെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് വണ്ടിയും കൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല. അപ്പം മൂന്നാർ ടൗണിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ പാക്കേജ് ടൂറുകൾ എടുത്ത് വരുന്നുണ്ട്. അത് വിദേശികളുണ്ട്, നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവിടുന്ന് മാങ്കുളം വരെയുള്ള ഒരു റേറ്റ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് 7,000 രൂപയെന്നാണ്. ഇനി നമുക്ക് മൂന്നാറിൽ നിന്ന് ഈ മാങ്കുളം വരെ നമ്മുടെ വണ്ടിയിലെത്തിയിട്ട് മാങ്കുളത്ത് നിന്ന് നമുക്ക് ജീപ്പ് എടുത്ത് പോവുകയും ചെയ്യാം. അപ്പോഴും നമുക്ക് കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ വൈകിയത് കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ടൂർ പാക്കേജ് സെലക്ട് ചെയ്യുന്നില്ല. കാരണം ഇപ്പം തന്നെ ഏകദേശം 3 മണി ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ടൂർ നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല. രാവിലെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് തേയിലത്തോട്ടങ്ങൾ കണ്ടെങ്കിലും അവിടെയൊന്നും ഇറങ്ങി ആസ്വദിക്കാനോ അല്ലെങ്കിൽ ഫോട്ടോസ് ഒന്നും എടുക്കാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് വണ്ടി ഒതുക്കാൻ പറ്റിയൊരു ഗ്യാപ്പ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളൊരു ഗ്യാപ്പ് കിട്ടി തേയിലത്തോട്ടത്തിൽ ഇറങ്ങിയതാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. മാത്രമല്ല നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ ഒരാൾ പോലും ഇല്ല. അപ്പം നമ്മുടേതായ ഒരു തേയിലത്തോട്ടത്തിൽ നമ്മൾ നിന്ന് ആസ്വദിച്ച് നിൽക്കുന്ന പോലെ നിൽക്കാൻ പറ്റും. എത്ര നേരം വേണമെങ്കിലും നിൽക്കാം. വൈകിപ്പോയി എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് കിളികളുടെ ശബ്ദം കേൾക്കാം. കുറച്ച് നേരം മിണ്ടാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നേച്ചറിനെ കംപ്ലീറ്റ് ആയിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലിപ്പ് കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് നമ്മൾ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ വരുത്തിയിട്ടില്ല. ഒരു റോ ക്ലിപ്പാണ്. അതിൻ്റെ അകത്ത് ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. കാരണം കിളികളുടെ ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. വണ്ടികളുടെയോ മനുഷ്യന്മാരുടെയോ ഒന്നും തന്നെ കേൾക്കുന്നില്ല. നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്നാൽ നമ്മൾ ഈ നേച്ചറിനകത്തോട്ട് ശരിക്കും ബ്ലെൻഡായി പോകും. ഒന്ന് കേട്ട് നോക്കട്ടോ. ഇപ്പം നമ്മൾ മാങ്കുളത്തേക്ക് ഏകദേശം അടുക്കാറായി. അപ്പോൾ മാങ്കുളം എത്താറായതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു വാട്ടർഫാൾ ഉണ്ട്. കൈനഗിരി വാട്ടർഫാൾ എന്നാണ് പേര്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വാട്ടർഫാളിലേക്ക് കയറാൻ പറ്റും. 50 രൂപയാണ് ടിക്കറ്റ്. നമുക്ക് ഈ ഒരു സ്ഥലത്തു നിന്നാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. അവിടെ ഒരു ചെറിയ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് സ്നാക്സോ വെള്ളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 50 രൂപ ടിക്കറ്റ് എടുത്ത് വാട്ടർഫാളിലേക്ക് കയറുകയാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലായതുകൊണ്ടും മാർച്ച് മാസം ആയതുകൊണ്ടും വെള്ളമൊന്നും അങ്ങനെ ഇല്ല. പക്ഷേ അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറിയത്. വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് പടികൾ ഇറങ്ങി വേണം പോകാനായിട്ട്. പാറകൾ കൊണ്ട് പടികൾ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പടികൾ ഇറങ്ങി വേണം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അറ്റത്തെത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വെയിലായതുകൊണ്ട് തന്നെ അങ്ങനെ വെള്ളമൊന്നുമില്ല. നമുക്ക് പാറകളൊക്കെ തന്നെ നന്നായിട്ട് കാണാം. പക്ഷേ മഴക്കാലത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കാഴ്ചയായിരിക്കും. മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് താഴെ അറ്റത്തായിട്ട് ഒരു കുളം പോലത്തെ ഒരു സ്ഥലമാണ് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ കുറച്ച് കുട്ടികളൊക്കെ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇറങ്ങാൻ പറ്റുന്ന പാകത്തിലാണ്. ഫോറസ്റ്റുകാരൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അവരുടെ നിർദ്ദേശം അനുസരിച്ച് വേണം ഇറങ്ങാനായിട്ട്. ഇറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളും പറ്റാത്ത സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അധികം വെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്ഥലത്തും പോയി കാണാവുന്നതാണ്. പിന്നെ ഇത്രയും പടികൾ ഇറങ്ങേണ്ടത് കൊണ്ടും തിരിച്ച് അതുപോലെ കയറണം. അതുകൊണ്ട് തന്നെ പടികൾ ഇറങ്ങാനൊന്നും താല്പര്യമില്ലാത്തവർ വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് വേറെ 1-2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടെ ഉണ്ട്. ഹാങ്ങിങ് ബ്രിഡ്ജ്, ടൈഗർ കേവ്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അവിടെ നമ്മൾ കയറുന്നില്ല. നമ്മൾ ഇനി നേരെ മാങ്കുളത്തേക്ക് പോവുകയാണ്.
ഈ റൂട്ടിൽ കൂടുതലും ബൈക്കിന് വരുന്നതായിരിക്കും ബെറ്റർ. കാരണം നമുക്ക് ചെറിയ വണ്ടികളിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ കാറുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള യാത്ര കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വലിയ വണ്ടികളിൽ വരികയാണെന്നുണ്ടെങ്കിലും എതിർ സൈഡിൽ കൂടെ വണ്ടി വരുമ്പോൾ നമുക്ക് സൈഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലമുള്ള സ്ഥലത്ത് വന്ന് നിർത്തിയിട്ടൊക്കെ വേണം പോകാനായിട്ട്. അപ്പം എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ബൈക്കിന് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ രാത്രി നമ്മൾ റിട്ടേൺ പോകുമ്പോൾ നമ്മൾ ഈ ആനക്കുളത്ത് പോകുന്നത് ആനകളെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഒരു 5 മണി 6 മണിക്ക് ശേഷമായിരിക്കും ആനകൾ വരിക. അപ്പോൾ തിരിച്ച് വരുമ്പോൾ നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വഴിക്ക് പോകുമ്പോൾ കാറാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയായിരിക്കും. അതുകൊണ്ട് ബൈക്ക് ആകുമ്പോൾ പിന്നെ നമുക്ക് സൈഡ് കൊടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ടല്ലോ. അതുകൊണ്ട് ബൈക്കിന് വരുന്നതായിരിക്കും ബെറ്റർ. എന്നാലും കാറിന് വന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഇപ്പം ഞങ്ങൾ കാറിനാണ് വന്നിരിക്കുന്നത്. പക്ഷെ വന്നപ്പം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. മാങ്കുളത്ത് നമുക്ക് ഈ ആനക്കുളം മാത്രമല്ല ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതുകൊണ്ട് ഒരു ഫുൾ ഡേ കണക്കാക്കി വരുന്നതായിരിക്കും നല്ലത്. രാവിലെ ഒരു 11 മണിയോട് കൂടിയൊക്കെ എത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ജീപ്പ് എടുത്തിട്ട് ഒരുപാട് കാഴ്ചകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ജീപ്പിൽ മാത്രമേ പോകാൻ പറ്റൂ, പ്രൈവറ്റ് വണ്ടിയിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് പാക്കേജുകൾ എടുക്കണം. ഒരു 2000 രൂപയൊക്കെ മുതലാണ് പാക്കേജുകൾ തുടങ്ങുന്നത്. ഒരു ജീപ്പിൽ 6-7 പേർക്ക് തന്നെ പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ആനക്കുളം അല്ലെങ്കിൽ മാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ചായയും സ്നാക്സും ഒക്കെ കഴിക്കാം. നമ്മൾ ഏകദേശം ഒരു 4 മണിയോട് കൂടിയിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ 4 മണിക്കൊന്നും ആന വരില്ല. മിക്കവാറും വരുന്നത് 5 മണിക്ക് ശേഷം അല്ലെങ്കിൽ 6 മണിക്ക് ശേഷമൊക്കെയാണ് സാധാരണ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് കുറേ നേരം ഇരിക്കേണ്ടി വരും. 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ ഇരുന്നിട്ടാണ് നമുക്ക് ആനയെ കാണാൻ പറ്റുന്നത്. അപ്പം ഭക്ഷണമൊക്കെ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ കടകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മളും വെയിറ്റ് ചെയ്യുകയാണ്. നമുക്കിവിടെ നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആനകളുടെ ചിഹ്നം വിളി കേൾക്കാൻ പറ്റും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നല്ല മഴ പെയ്തു. അപ്പോൾ നമ്മൾ ആ കടയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ വന്നിട്ട് ഏകദേശം ഒരു 1.25 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആനകൾ ആക്ച്വലി ഒരു 3 മണിയൊക്കെ സമയമാകുമ്പോഴേക്കും ഉൾക്കാട്ടിൽ നിന്ന് അവർ നടന്നു തുടങ്ങുന്നതാണ്. പക്ഷെ ഒരു 2-2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ എടുത്തിട്ടാണ് ഇവർ ഈ ആനക്കുളം എന്ന് പറയുന്ന ഈ പുഴയുടെ അടുത്തെത്തുന്നത്. ആ വരുന്ന വഴിക്കുള്ള ഈ ഇലകളും ഒക്കെ കഴിച്ച് പതുക്കെ പതുക്കെ നടന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. ആനകൾ ആ ഒരു ഇലച്ചാർത്തിൻ്റെ ബാക്കിലായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം. 1-2 ഒന്നുമല്ല, പല സ്ഥലത്തും ഇലകൾ അനങ്ങുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുമായിരുന്നു. കാരണം ആഴ്ചയിൽ 1-2 ദിവസം മിക്കപ്പോഴും ഇവർ വരാറില്ല. വന്നാലും രാത്രി 10 മണിക്ക് ശേഷമൊക്കെയാണ് വരുന്നത്. പക്ഷെ നമുക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, നമുക്കിനി തിരിച്ചു പോകേണ്ടതുണ്ട്. അങ്ങനെ ഏകദേശം 2 മണിക്കൂർ നീണ്ട കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ആന വന്നിരിക്കുകയാണ്. അത്ര വലുതല്ലാത്ത എന്നാൽ അധികം ചെറുതും അല്ലാത്തൊരു ആന. എല്ലാ ദിവസവും ഇതുപോലെ ആദ്യം ഒരാളാണ് വരുന്നത്, പിന്നെയാണ് ഓരോ കൂട്ടമായി വരുന്നത്. ആക്ച്വലി ഒരു കൂട്ടം മാത്രമല്ല വരുന്നത്, 2, 3, 4 കൂട്ടങ്ങൾ വരുന്ന ദിവസങ്ങളുണ്ട്. അപ്പോൾ ഓരോ കൂട്ടം വരുമ്പം അടുത്ത കൂട്ടം കയറിപ്പോവും, ഈ പുഴയിൽ നിന്ന് കയറിപ്പോവും. ഇവർ പ്രധാനമായിട്ടും ഇവിടെ വെള്ളം കുടിക്കാൻ വരുന്നത് ഒരു ഭാഗത്ത് നിന്നാണ്. ഈ പുഴയെ ഇവിടെ നിന്ന് അങ്ങ് വരെ ഉണ്ടെങ്കിലും എല്ലായിടത്തുനിന്നും ഇവർ വെള്ളം കുടിക്കത്തില്ല. ഒരു സ്ഥലത്തുനിന്ന് മാത്രമാണ് കുടിക്കുന്നത്. അവിടെ ആ വെള്ളത്തിൻ്റെ ഏറ്റവും അടിയിൽ നിന്ന് ഉപ്പ് രസമുള്ള വെള്ളം കിട്ടുന്നത് കൊണ്ടാണ് അവർ അവിടെ തന്നെ വന്ന് കുടിക്കുന്നത്. അപ്പോൾ എല്ലാ ആനകളും ഒരേ പോയിന്റ് കേന്ദ്രീകരിച്ചിട്ടാണ് വെള്ളം കുടിക്കുന്നത്. വെള്ളം കുടിക്കാനാണ് വന്നെങ്കിലും ആദ്യം തന്നെ വെള്ളം കുടിക്കുകയല്ല, കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് പിന്നെ ഒരു ഭാഗത്ത് നിന്നാണ് വെള്ളം കുടിക്കുന്നതെന്ന് പറഞ്ഞില്ലേ, ആ ഭാഗത്ത് തുമ്പിക്കൈ നല്ലതുപോലെ ആഴ്ത്തി ആ ഉപ്പ് രസം കിട്ടുന്ന സ്ഥലത്ത് നിന്ന് വലിച്ചെടുത്തിട്ടാണ് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ കുറേ നേരം ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കും. മാത്രമല്ല ഇവർക്ക് ഉപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇവർ സ്ഥിരമായി ഈ ഒരു സ്ഥലത്ത് വരുന്നത്. പിന്നെ ഇവിടുത്തെ ആളുകളും ഈ ആനകളുമായിട്ട് ഭയങ്കര ബോണ്ടിങ് ആണ്. കാരണം ഒരിക്കലും ഈ ആനകൾ ആൾക്കാരെ ഉപദ്രവിക്കാൻ വേണ്ടി ആ പുഴ കടന്ന് ഇങ്ങോട്ടേക്ക് വരാറില്ല. അവരെ ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല. അതായത് മനുഷ്യന്മാർ ആനകളെ ഒരിക്കലും ഉപദ്രവിച്ചിട്ടുമില്ല. അപ്പോൾ ആനകളും മൃഗങ്ങളും, അതായത് വൈൽഡ് ലൈഫും നമ്മുടെ മനുഷ്യരും തമ്മിലുള്ള ഒരു പ്രത്യേക ബോണ്ടിങ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ആനയുടെ വെള്ളം കൂടി കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കാട്ടിൽ നിന്ന് നമുക്ക് ചിന്നവിളികൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു കൂട്ടം ആനകൾ കാട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. കുട്ടിക്കൊമ്പന്മാരുണ്ട്, പിടിയാനകളുണ്ട്, കുഞ്ഞാനകളുണ്ട്. എല്ലാവരും കൂടി ഇങ്ങനെ മാർച്ച് ചെയ്ത് വരികയാണ്. എന്ത് രസമാണെന്നൊക്കെ. ഇത്രയും ആനകളെ ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാട്ടിലൊക്കെ പോയാലും നമുക്ക് 1-2 ആനകൾ അവിടെ നിന്ന് മേയുന്നല്ലേ കാണാൻ പറ്റത്തുള്ളൂ. ഇത് നമുക്ക് വളരെ അടുത്താണ്. ഇതിൻ്റെ ഇടയിൽ ഒരു പുൽമേട് മാത്രമേ ഉള്ളൂ. ഈ അരുവിയും നമ്മളിപ്പോൾ നിൽക്കുന്നതും തമ്മിൽ ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ നമുക്ക് ഇങ്ങോട്ട് കയറി വരില്ല, നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല. പകൽ സമയത്തൊക്കെ ഇറങ്ങാം, പക്ഷെ ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനും പറ്റില്ല. ഞാനൊരു ആനപ്രേമിയാണ്. കാട്ടിലൂടെ സഞ്ചരിക്കുന്നതും വൈൽഡ് ആനിമൽസിനെ കാണുന്നതും പ്രത്യേകിച്ച് ആനയൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. ഒരു ആനയെ കണ്ടാൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോഴാണ് സദ്യ വിളമ്പി വെച്ചതുപോലെ മുമ്പിൽ ഇത്രയും ആനകൾ. ഇവരെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് നോക്കിയിരിക്കാൻ തോന്നും. നമ്മൾ മാത്രമല്ല, ഒരുപാട് പേര് ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഫോറിനേഴ്സ് ഉണ്ട്, നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ 2 സായിപ്പന്മാർ
അമ്മമാരുണ്ട്. അവർ UK നിന്ന് വന്നവരാണ്. അവർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ആഫ്രിക്കയിലായിരുന്നു പോയത്. കെനിയയിലൊക്കെ പോയ കാര്യം അവർ പറയുന്നത് ഞാൻ കേട്ടതാണ്. അപ്പോൾ അവിടെ അവർക്ക് ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റിയില്ല. അവർ കാട്ടിലൂടെ ആ ഒരു ജീപ്പ് സഫാരിക്ക് പോകുമ്പോൾ ആനകളെയൊക്കെ അടുത്ത് കണ്ടിരുന്നെങ്കിലും ഇവിടെ ജീപ്പ് സഫാരിയും വേണ്ട, ഒന്നും വേണ്ട. നമ്മൾ റോഡിൽ ലൈവായിട്ട് കാണുകയല്ലേ. അതും ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ലൈവായിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെയാണ്. നമ്മുടെ ഈ വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ആനക്കാഴ്ചകളായതുകൊണ്ട് നമുക്ക് കുറച്ച് രസകരമായ ആനക്കാര്യങ്ങൾ നോക്കാം. വലിയ കൊമ്പന്മാരെ ഒരിക്കലും നമ്മൾ ഈ കൂട്ടത്തിൽ കാണാറില്ല. എപ്പോഴും നമ്മൾ മാങ്കുളത്ത് വരുമ്പോൾ ഈ വെള്ളം കുടിക്കാൻ വരുന്ന ആനകളിൽ പിടിയാനകളും കുട്ടിക്കൊമ്പന്മാരും പിന്നെ കുട്ടി ആനകളും ഒക്കെയാണ് കാണുന്നത്. വലിയ കൊമ്പന്മാർ വരില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് കൊമ്പന്മാർ ഒരിക്കലും കൂട്ടമായിട്ടല്ല താമസിക്കുന്നത്. പ്രായപൂർത്തിയായ കൊമ്പന്മാരെല്ലാം ഒറ്റയ്ക്കായിരിക്കും ജീവിക്കുന്നത്. കൂട്ടമായിട്ട് വരുന്ന ആനകളുടെ മുതിർന്ന നേതാവ് എപ്പോഴും ആ കൂട്ടത്തിൽ മുതിർന്ന പിടിയാന തന്നെയായിരിക്കും. കൂട്ടത്തിലുള്ള കൊമ്പന്മാർ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ നിന്നും ഇവർ പുറത്താക്കും. അതുകൊണ്ടാണ് കൊമ്പൻ ആനയെ നമ്മൾ ഇവരുടെ കൂട്ടത്തിൽ കാണാത്തത്. ആനകളെ മനുഷ്യന് പൂർണ്ണമായും ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ വർഷം നടത്തിയ ഒരു പഠനം അനുസരിച്ച് ആനകൾ തമ്മിൽ അവരുടെ പേരിൽ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടെന്നാണ് തെളിഞ്ഞത്. അതായത് മനുഷ്യൻ വിളിക്കുന്ന പോലെ ഒരു പേരല്ല, അവർക്ക് തമ്മിൽ ഒരു യുണീക്ക് സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് പുറപ്പെടുവിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ആന മാത്രം റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം കണ്ടുപിടിച്ചത്. ആക്ച്വലി ആന ഒരു വൈൽഡ് ആനിമലാണ്. പക്ഷെ എന്നിരുന്നാലും ഇവർ മനുഷ്യന്റെ പോലെയുള്ള ചില സ്വഭാവങ്ങൾ കാണിക്കാറുണ്ട്. അതായത് കൂട്ടത്തിൽ ഒരു ആന ചത്താൽ അതിൻ്റെ അടുത്ത് കുറേ നേരം നിൽക്കുക, പിന്നെ ഇലകളൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ അടുത്ത് വെക്കുക, അങ്ങനെയുള്ള മനുഷ്യൻ ചെയ്യുന്ന ഒരു സംഘടിതമായ കാര്യങ്ങൾ ഇവരും ചെയ്യുന്നുണ്ട്. മനുഷ്യൻ ആനകളെ ഇണക്കി വളർത്തുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ആനകളെ ഒരിക്കലും ഇണക്കാൻ പറ്റത്തില്ല. അവരെ മെരുക്കി മാത്രം, അതായത് നമ്മൾ അവരെ പേടിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ, ഇപ്പോൾ കരിമ്പ് അതുപോലുള്ള അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കൊടുത്ത് അവരെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതിന് മെരുക്കുക എന്നാണ് പറയുന്നത്. നാട്ടാന കാട്ടാന എന്നൊരു വ്യത്യാസം ഇല്ല. ശരിക്കും ആന എപ്പോഴും വൈൽഡ് തന്നെയാണ്. നമുക്ക് ഈ ഏഷ്യയിൽ മാത്രമാണ് ഇങ്ങനെ കൊമ്പനാന പിടിയാന എന്നുള്ള വ്യത്യാസമുള്ളത്. ആക്ച്വലി ആഫ്രിക്കൻ ആനകൾക്ക് എല്ലാവർക്കും കൊമ്പുള്ളതുകൊണ്ട്, അതായത് പെണ്ണാനയ്ക്കും ഉണ്ട് കൊമ്പ്, ആണാനയ്ക്കും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ കൊമ്പൻ പിടി അങ്ങനെ ഒരു വ്യത്യാസം അവിടെ ഇല്ല. ശരിക്കും ആണ് പെണ്ണ് എന്നവർ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയുന്നെങ്കിലും കൊമ്പനാന എന്നൊരു കൺസെപ്റ്റ് ആഫ്രിക്കയിലില്ല. ഇങ്ങനെ ആനക്കൂട്ടത്തെയൊക്കെ കണ്ടു നിന്നപ്പോഴാണ് അടുത്ത ഗ്യാങ്ങിലെ ഒരാൾ വരുന്നത് കണ്ടത്. അതൊരു കുട്ടിക്കൊമ്പനാണ്. ആ ആന വരുമ്പോഴേക്കും ഇവിടെ ചെറുതായിട്ടൊരു സ്കാറ്റേർഡും എല്ലാ ആനകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും അവനിങ്ങനെ ഈ ഒരു പുഴയുടെ അടുത്തേക്ക് എത്തിയപ്പോഴത്തേക്ക് തന്നെ ഈ ഗ്യാങ്, ഇപ്പോൾ ഓൾറെഡി വന്ന ഗ്യാങ് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ച് കയറി പോവുക. ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് ആനകൾ ഗ്യാങ് ആയിട്ടാണ് നടക്കുന്നത്, ഒരു ഗ്യാങ് മറ്റേ ഗ്യാങ്ങിനോട് ചേരില്ല എന്നൊക്കെ. അപ്പോൾ മറ്റവർ വന്നപ്പോൾ ഇവരിന് റെസ്പെക്റ്റ് കൊണ്ടാണോ പേടി കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ഇവർ മൊത്തത്തിൽ ഇങ്ങ് തിരിച്ച് കയറി പോവാണ്. അതും എന്തൊരു അനുസരണയായിട്ടാണ് പോകുന്നത്. മനുഷ്യന്മാർ പോലും ഇതുപോലെ പോകുന്നു തോന്നില്ല. ഒന്ന് രണ്ട് തല്ലൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ കൂടിയിട്ടല്ലേ പോകുന്നത്. ഇവർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവർ അതേപോലെ തന്നെ ഫസ്റ്റ് ഗ്യാങ് തിരിച്ചു പോവുകയാണ്. പിന്നെ ആനകൾ കാടിന് പുറത്തേക്ക് വന്ന് നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ ന്യൂസിൽ കാണാറില്ലേ. ആക്ച്വലി ആനകൾക്ക് കാട് നാട് അങ്ങനെ ഒരു വ്യത്യാസമില്ല. അവർക്ക് ഭക്ഷണം കിട്ടുന്ന എവിടെയാണോ അതെല്ലാം കാട് തന്നെയാണ്. പിന്നെ മാത്രമല്ല ഇവർക്ക് ഭയങ്കര വലിയ വയറല്ലേ. ഒരുപാട് മണിക്കൂറുകൾ ഭക്ഷണം തേടിയാൽ മാത്രമേ ഇവർക്ക് കുറച്ചെങ്കിലും വയറ് നിറയുള്ളൂ. അപ്പോൾ ഇവർ കൃഷിസ്ഥലങ്ങളിലൊക്കെ മണമൊക്കെ കേട്ടിട്ട് ഇവർ വന്നിട്ട് കൃഷിയൊക്കെ കൊണ്ടുപോകാറുണ്ട്. അത് കിട്ടാത്തത് കൊണ്ട് ആൾക്കാർ ഉപദ്രവിക്കാറുമുണ്ട്. ആക്ച്വലി ഭക്ഷണം തന്നെയാണ് പ്രശ്നം. നമ്മുടെ കാടുകളിലെ ആനകളുടെ എണ്ണം പരമാവധി കൂടുതലാണ്. ഇപ്പം കാടിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നതിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ നാട്ടിൽ വന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ആനക്കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ആനവിശേഷങ്ങളെല്ലാം എനിക്ക് കിട്ടിയത് വിജയകുമാർ ബ്ലാത്തൂർ സാറിൻ്റെ ചാനലിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിൽ നിന്നുമാണ്. അദ്ദേഹത്തിനുള്ള നന്ദി ഞാനിവിടെ പറയുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.